പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങളിൽ ഒത്തിരി പേർ കമൻ്റായി എഴുതിയിട്ട ഒരു നിയോഗത്തിന് വേണ്ടിയാണ്. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി, ഭവനത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക്, അതുപോലെ ഭവനത്തിൻ്റെ പണി തടസ്സപ്പെട്ട് നിൽക്കുന്നവർ, അത് പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്ന, ഈ ഒരു മേഖലയിലൊക്കെ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമെന്ന് പറയാനൊരു വീട്. അതില്ലാത്തവർക്കാണ് അതിൻ്റെ വേദന അറിയൂ. അതിശക്തമായ 6 വചനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിലെ ഏതെങ്കിലും ഒരു വചനമെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ച് ഉരുവിട്ടുകൊണ്ട് നടക്കുക. ആ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നിറയട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും, കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവരായിരിക്കാം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള വചനമല്ല, വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പം ഞാനിത് കേൾക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പരിചയത്തിലൊക്കെ ഒത്തിരി പേരുണ്ട് വീടില്ലാതെ, സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ ആത്മാർത്ഥമായിട്ട്, നമ്മൾ നല്ല വീട്ടിൽ കിടക്കുമ്പോഴും വാടക വീട്ടിലൊക്കെ കിടക്കുന്ന മക്കളില്ലേ, അവർക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇന്ന് ഈ ഒരിത്തിരി സമയം നമുക്ക് അവർക്കായിട്ട് മാറ്റിവെച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറിയൊരു പ്രാർത്ഥന കൊണ്ട് അവരും അനുഗ്രഹിക്കപ്പെടട്ടേന്നേ. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ പ്രാർത്ഥനകളിൽ മറ്റുള്ളവരെ കൂടി ചേർത്ത് വയ്ക്കുന്നവരാകാം. അപ്പോഴാണ് ഈശോ നമുക്കും ഒത്തിരി അനുഗ്രഹം തരുന്നതും നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതും. നമുക്ക് വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനം. അതിശക്തമായൊരു വചനമാണ് കേട്ടോ. വീടില്ലെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വചനഭാഗമാണിത്. കർത്താവേ, ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവേ, അങ്ങാണ് ദൈവം. ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അതെന്നും അവിടുത്തെ മുൻപിലായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവേ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. എത്ര ശക്തമായ വചനമല്ലേ. സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം നമ്മുടെ കുടുംബത്തിൽ ഭവനമില്ലാത്തവർ ഈ വചനം എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് മറ്റൊരു വചനം നോക്കാം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 9-ാം തിരുവചനം. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. 3-ാമത്തെ വചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121-ാം അധ്യായം 1-ാം തിരുവചനം. നമ്മിൽ പലർക്കും അറിയാവുന്ന വചനമാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അടുത്ത വചനം. ഈ വചനം നമുക്കെല്ലാവർക്കും അറിയാം. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയും എല്ലാവരും. സങ്കീർത്തനം 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അടുത്ത വചനം യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ
ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും. അടുത്തത് 6-ാമത്തെ വചനം. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 5-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ. ഓ കർത്താവേ, സ്വന്തമായി ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്ന സകല മക്കളിലേക്കും ഈ വചനങ്ങളുടെ അഭിഷേകം കടന്നു ചെല്ലാനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയാൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ വഴികൾ ഇവർക്കായി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീണ്ട നാളായുള്ള ഈ മക്കളുടെ കാത്തിരിപ്പ് പ്രാർത്ഥന എത്രയും വേഗം ഫലം കാണട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ. ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.